ജീവനക്കാരുടെ ക്ഷാമത്തിൽ സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രവർത്തനം താളം തെറ്റിയ നിലയിൽ. ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷൻ കൗൺസിൽ ചേരാത്തതാണ് സ്ഥാനക്കയറ്റവും നിയമനവും അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. 14 തസ്തികകളായി 153 കസേരകളാണ് നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്നത്. സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിൽ ഭരണസ്തംഭനം തുടങ്ങിയിട്ട് നാളേറെയായി. 14 തസ്തികകളിലായി 153 കസേരകളിലാണ് നിലവിൽ ഉദ്യോഗസ്ഥരില്ലാത്തത്. ഉദ്യോഗസ്ഥരില്ലാത്തതിനാൽ ലേണേഴ്സ് ഡ്രൈവിംഗ് പരീക്ഷകൾക്ക് പോലും മാസങ്ങളായി കാലതാമസം നേരിട്ട് വരുന്നു. എൻഫോഴ്സ്മെന്റ് ജോയിന്റ് ട്രാൻസ്പോർട്ട് വിഭാഗം കമ്മീഷണറുടെ കസേരയിൽ പോലും ഉദ്യോഗസ്ഥരില്ലാത്ത അവസ്ഥ. ഉദ്യോഗസ്ഥരുടെ അഭാവത്തിൽ RTOമാർക്കാണ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാരുടെ ചുമതല. 2025 ഡിസംബറിലെ ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷൻ കൗൺസിൽ ഇതുവരെ ചേരാത്തതാണ് നിയമനവും പ്രൊമോഷനും അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നത്. കൂടുതൽ ഒഴിവുകൾ ഒഴിഞ്ഞുകിടക്കുന്നത് മോട്ടോർ വെഹിക്കിൾ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ തസ്തികയിലാണ്. 97 ഒഴിവുകൾ. അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾമാരുടെ ഒഴിവുകൾ മാത്രം 50 എണ്ണം PSCക്ക് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. വകുപ്പ് തല നടപടികൾ നേരിട്ടതിനെ തുടർന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ കസേരകളിൽ 6 ഒഴിവുകളുമാണുള്ളത്. മിനിസ്റ്റീരിയൽ വിഭാഗത്തിലും നിരവധി ഒഴിവുകളുണ്ട്. സീനിയർ ജൂനിയർ സൂപ്രണ്ട് തസ്തികകളിലും ഹെഡ് അക്കൗണ്ടന്റ് അടക്കമുള്ള തസ്തികകളിലും നിയമനം എന്നുണ്ടാകുമെന്ന കാര്യത്തിലും ട്രാൻസ്പോർട്ട് വിഭാഗത്തിനും വ്യക്തതയില്ല. ജനം, തിരുവനന്തപുരം.